അതിന് തെളിവ് കാണിക്കണം. തെളിവ് കാണിക്കണം. തെളിവ് കാണിക്ക്. തെളിവ് കാണിക്ക്. മോന്ത കോഞ്ഞാട്ടെ ഒരുത്തൻ വേറെ അങ്ങനത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. കുടിച്ച കള്ളം പറയില്ലടാ. കുടിച്ച പൂസായി മാധവ് സുരേഷിനെ പച്ച തെറി വിളിച്ച അശ്വന്ത് കോക്ക്. എന്താ സംഭവം? മാധവ് സുരേഷിന്റെ പുതിയ പടം മെയ് 8 റിലീസായ അംഗം അട്ടഹാസം. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ അനിൽകുമാർ ജി. ഇത് നമ്മളെ കോക്കണ്ണൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടു റിവ്യൂ പറയാൻ വേണ്ടി. ആക്ച്വലി ഈ മാധവ് സുരേഷിന്റെ പടം തിയേറ്ററിൽ പോയി കാണുന്ന കേരള സമൂഹം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്നാലും റിവ്യൂ പറയണല്ലോ. അതുകൊണ്ട് അശ്വന്ത് കോക്കണ്ണൻ പോയി ഈ അംഗം അട്ടഹാസം പോയി കണ്ടു. കോക്കണ്ണൻ ചിലപ്പം ഊക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പോയി കണ്ടതായിരിക്കും. കാരണം ഊക്കാനുള്ള വക മാധവ് സുരേഷ് എന്തായാലും കൊടുക്കും എന്നുള്ള കാര്യം കോക്കണ്ണൻ കൃത്യമായിട്ട് അറിയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ മാധവ് സുരേഷിന് അഭിനയം വരുന്നില്ല കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണത്. അപ്പോ ഇയാൾ എന്ത് ചെയ്യണം? ഒന്ന് അഭിനയം പോയിട്ട് പഠിക്കണം. എന്തായാലും ചെറിയ കലാവാസന ഉണ്ടാവുമല്ലോ. സുരേഷ് ഗോപിന്റെ മകനാണല്ലോ, എന്തായാലും ഒരു അഭിനയത്തിന്റെ കലാവാസന ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? പോയി അഭിനയം പഠിക്കണം. നമ്മളെ ഫഹദ് ഫാസിലിന്റെ ആദ്യ പടം നല്ല 8 നിലയെ പൊട്ടിയതാണല്ലോ. അപ്പോ ചെങ്ങായി എന്ത് ചെയ്തു? ചെങ്ങായി നേരെ പൂനെ പോയിട്ട് പിന്നെ ഒരു കുറെ ബ്രേക്ക് എടുത്തായിരുന്നു. എത്രയോ വർഷങ്ങൾ ബ്രേക്ക് എടുത്തതിന് ശേഷം അഭിനയം കൃത്യമായിട്ട് പഠിച്ചിട്ട് ഒരു തിരിച്ചു വരവ് നടത്തി. അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തില്ലേ ഫഹദ് ഫാസിലിന. അപ്പോ ഇതെല്ലാം നമ്മളെ മാറ്റർ. അപ്പൊ മാറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അശ്വന്ത് കോക്ക് അംഗം അട്ടഹാസം കണ്ടിട്ട് അതിന്റെ റിവ്യൂ കോക്കിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ കോക്ക് ആ പടത്തിന് അങ്ങ് ഊക്കി വിട്ടു. നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു പറഞ്ഞത്. പടമാണെങ്കിൽ 8 നിലയെ പൊട്ടുകയും ചെയ്തു. 3-4 ദിവസം കൊണ്ട് അംഗം അട്ടഹാസം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നു. ഏതായാലും അവനവന്റെ സിനിമ തിയേറ്ററിൽ പൊട്ടുമ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അത് ക്വൈറ്റ് നാച്ചുറൽ. പൊട്ടിയതിന്റെ സങ്കടത്തില് മാധവ് സുരേഷും ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു. പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അശ്വന്ത് കോക്കും അതേപോലെ തന്നെ ഉണ്ണി വ്ലോഗ്, അതായത് യൂട്യൂബർ, ഈ സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബറാണ് ഈ പരാജയത്തിന്റെ മെയിൻ കാരണം എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്. നമുക്ക് ആ പത്രസമ്മേളനം കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു സിനിമ നമ്മൾ റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് കുറച്ച് യൂട്യൂബേഴ്സ്, നമ്മളെല്ലാവരും പറയുന്നില്ല, കുറച്ച് യൂട്യൂബേഴ്സ് ഇതിൻ്റെ കഥ അങ്ങ് പറയുകയാണ്, മൂവിയുടെ കഥ വെളിപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് കമൻസ് പറയാം, പോസിറ്റീവ് കമൻസ് പറയാം, ഒരിക്കലും കഥ പറയാൻ പാടില്ല. ഓക്കെ, തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിൽ നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് കോക്ക്, 2 ഉണ്ണി വ്ളോഗ്. ഈ അശ്വന്ത് കോക്ക് എന്താണ് എനിക്കുണ്ടാക്കിയ നഷ്ടമെന്ന് പറയുന്നത്, നഷ്ടം ചെറുതല്ല. പുള്ളിയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം. 2.5 ലക്ഷം എന്ന് പറയുമ്പം ഇപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മിനിമം 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 25 ലാക്സ് ആൾക്കാരിൽ ഇത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ 25 ലാക്സിൽ മിനിമം 10 ലക്ഷം പേര് ചിലപ്പോൾ മൂവി കാണുന്നവരായിരിക്കും. ഓക്കെ, അപ്പം 10 ലക്ഷം പേര് മൂവി കാണുന്നവരിൽ പിൻവലിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താണ് നേട്ടം എന്നുള്ളത് എനിക്കറിയില്ല. ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ മെയിനായിട്ട് ആ പത്രസമ്മേളനത്തിൽ ടാർഗറ്റ് ചെയ്തത് അശ്വന്ത് കോക്കിനെയാണ്. ശരിയാണ്, സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ ഈ പടത്തിന് പോകുന്നതിന് മുമ്പേ ആൾക്കാർ സിനിമ റിവ്യൂ നോക്കാറുണ്ട്. ഇപ്പൊ യൂട്യൂബിലുള്ളതുകൊണ്ട് എല്ലാവരും സിനിമ റിവ്യൂ നോക്കാറുണ്ട്. അത് ചില ആൾക്കാരെ, ചില പ്രേക്ഷകരെ സ്വാധീനപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എന്ന് വിചാരിച്ചിട്ട് സിനിമ റിവ്യൂ ചെയ്യാതിരിക്കാൻ പറ്റുമോ? തെറ്റായിട്ടുള്ള റിവ്യൂ ചെയ്യാൻ പാടില്ല. അതായത് അതിൽ പറഞ്ഞ പോലെ കാശ് കൊടുത്തിട്ട് റിവ്യൂ ചെയ്യാൻ പാടില്ല. അതിനെ പോസിറ്റീവ് ആയാലും ഇപ്പോൾ പല ആൾക്കാരെ റിവ്യൂ പലതായിരിക്കും. ചില റിവ്യൂവർക്ക് ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനും വഴിയുണ്ട്. ഇപ്പോൾ റിവ്യൂവർക്ക് തന്നെ ചിലവർ ഓരോ പടത്തിനെ നെഗറ്റീവായിട്ട് പറയും, അതിൽ തന്നെ റിവ്യൂവർ പോസിറ്റീവായിട്ട് പറയും. അതുപോലെ തന്നെ ജനങ്ങൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും വിചാരിച്ചിട്ട് ഈ റിവ്യൂ ചെയ്യുന്നവരൊക്കെ പൈസയും കൊടുത്ത് റിവ്യൂ ചെയ്യുന്നതിനെ സമ്മതിച്ച് തരാൻ പറ്റില്ല. പറയുന്നത് യൂട്യൂബേഴ്സ് കഥ റിവീൽ ചെയ്യുന്നതാണ്. ഈ കഥയൊന്നും റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ കാണേണ്ടവര് നല്ല പടമാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ കാണേണ്ടവരെ കാണൂടൂ. പിന്നെ ചില സസ്പെൻസ് എലമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള പിന്നെ ക്യൂരിയോസിറ്റി കുറയും. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ പറയുമ്പോൾ എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ. നമ്മ മുമ്പ് ഈ നേരറിയാൻ CBI എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ നമ്മ ഈ പിന്നെ നൂൺ ഷോക്കാ കയറുന്നത്. നൂൺ ഷോ കയറുമ്പോൾ അതിന്റെ പിന്നെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെങ്ങായി ഇറങ്ങി, നല്ല തിരക്കായിരുന്നു. അവരെ ഇറങ്ങി വരുന്നു, നമ്മ തിയേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നു. നേരറിയാൻ CBI കേട്ടോ പടം. പിന്നെ അപ്പോൾ അവൻ അവിടുന്ന് വിളിച്ചു പറയാ അതിലത്തെ പിന്നെ ആരാണ് കൊലയാളി എന്നുള്ള കാര്യം. ഈ CBI ഡയറിക്കുറിപ്പിന്റെ ആ CBI സീരീസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു കൊലയാളിനെ കണ്ടുപിടിക്കുക. അതില് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളായിരിക്കും പിന്നെ അതിന്റെ കൊലയാളി ഉണ്ടാവുക. എന്നിട്ട് ഇവൻ ആ സിനിമ ഇറങ്ങിയിട്ട് വരുമ്പോൾ ആ കൊലയാളി പറഞ്ഞല്ലോ, ആ എനിക്ക് ഓർമ്മയാണ്, ആ പെണ്ണുങ്ങ കൊലയാളി. നേരറിയാൻ CBI എന്ന് പറഞ്ഞ സിനിമയുടെ പേര്. എന്നിട്ട് ഇവനിട്ട് അലക്കി എല്ലാവരും നാട്ടുകാരെല്ലാം കൂടിയിട്ട്, നീ എങ്ങടാ പിന്നെ സസ്പെൻസ് പൊളിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവ ഒച്ചത്ത് പറയാ ആ പെണ്ണുങ്ങാന്ന് കൊലയാളി. ആ പെണ്ണുങ്ങളെ പേരും പറഞ്ഞിട്ട് ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവരാണ് കൊലയാളി എന്ന് പറഞ്ഞിട്ട് അവന് ഇട്ടലക്കി. നമ്മള് പയ്യന്നൂര് ഒരു തിയേറ്ററിൽ നിന്നായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാം. അന്നൊന്നും യൂട്യൂബ് ഇല്ല കേട്ടോ ആ സമയത്ത്, ഞാൻ കാണുന്ന സമയത്ത്. പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള സസ്പെൻസ് എലമെന്റ്സ് പറയുന്നത് പിന്നെ ഒരു ക്യൂരിയോസിറ്റി കുറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ പറഞ്ഞ മെയിൻ അലിഗേഷൻ എന്ന് പറയുന്നത് അശ്വന്ത് കോക്ക് റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിയിട്ടാണ് എന്നാണ്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് റിവ്യൂ, അഥവാ ആ പൈസ കൊടുത്തിട്ടെങ്കിൽ ആ പടത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ എന്ന അലിഗേഷനാണ് ആ പ്രൊഡ്യൂസർ മുന്നോട്ട് വെക്കുന്നത്. ഇത് കുറെ കമന്റ് ബോക്സിൽ വന്നിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ ഇടുന്ന പോലെയല്ല, ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അത് ഔദ്യോഗികപരമായിട്ട് ഒരു പ്രൊഡ്യൂസർ പറയുന്നതാണ്. അത് അങ്ങനെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ടായിരിക്കണം. പ്രൂഫ് ഇല്ലാതെ എന്ത് വായി തോന്നിയത് കൊതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഒന്നും ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചോദിച്ചതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കൊടുത്തില്ലെങ്കിൽ ഇപ്പം 1 ലക്ഷം രൂപ നിങ്ങൾ ഇപ്പൊ പിന്നെ അശ്വന്ത് കോക്കിന് കൊടുത്തിനെങ്കിൽ ഇപ്പൊ പോസിറ്റീവ് റിവ്യൂ ആണ് ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ കൊടുത്തു എന്നുള്ളതെല്ലാം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടാവില്ലേ? ഫോൺ റെക്കോർഡോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയും. അപ്പോൾ ഈ കോക്കൊന്നും പൈസ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരല്ല. അതൊന്നും വിശ്വസിക്കാൻ പാടുണ്ട്. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 4.5 കോടി ചെലവഴിച്ചിട്ടാണ് ഈ അംഗം അട്ടഹാസം എടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അതിന് 1 ലക്ഷം റുപ്യ കോക്കിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് റിവ്യൂ പറയിപ്പിച്ചിടായിരുന്നോ? അശ്വന്ത് കോക്ക് അങ്ങനെ ചോദിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ 1 ലക്ഷം റുപ്യ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ കൊടുത്തിട്ട് പോസിറ്റീവ് റിവ്യൂ പറയിപ്പിച്ചിടായിരുന്നു. അപ്പൊ ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ അലിഗേഷൻ പൊളിയുന്ന കാര്യം. ഇതിൽ ഈ പത്രസമ്മേളനം ഇത് ഞാനിവിടെ വെച്ചത് വേറെ പത്രസമ്മേളനമാണ്. ഇതിന് ന്യൂസ് 8 ഇവര് സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും ഇതേ അലിഗേഷൻ തന്നെയാണ് പിന്നെ പറയുന്നത്. അപ്പോ ഈ വീഡിയോ കണ്ടതിന് ശേഷം അശ്വന്ത് കോക്ക് അതിനൊരു റിയാക്ഷൻ നടത്തിയിരുന്നു. നിങ്ങൾ മിക്കവാറും ഇത് കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മ ഇത് ജോലി തിരക്കായതുകൊണ്ട് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് വീഡിയോ ചെയ്യാറ്. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സിനിമ കാണുന്ന ഒരു മോഡലായിരുന്നു. അതിന്റെ തുടക്കം, അതിനുശേഷം ഇന്റർവെൽ, അതിനുശേഷം ക്ലൈമാക്സിലോട്ട് കയറുമ്പോൾ ഇന്റർവെൽ കഴിഞ്ഞാൽ പടം അങ്ങ് ചൂട് പിടിച്ച് ഒരു പക്ക ക്ലൈമാക്സിൽ പിന്നെ കൊണ്ടുപോയി നിർത്തിയായിരുന്നു അശ്വന്ത് കോക്ക്. ഒരു സിനിമ കാണുന്ന മൂഡായിരുന്നു. അതുപോലെ പിന്നെ തെറി വിളിക്കുന്നതിനോട് യോജിപ്പില്ല. നല്ലോണം തെറി വിളിച്ചിട്ടുണ്ട്. അച്ഛനെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ മാപ്പൂ എല്ലാം കൂട്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. തെറി വിളിക്കുന്നതുകൊണ്ട് ഞാൻ യോജിപ്പില്ല കേട്ടോ. അതിന്റെ ആ ഒരു ഇങ്ങനെ അശ്വന്ത് കോക്ക് ഇങ്ങനെ പ്രതികരിച്ചിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അത്രക്കും വിഷമം തട്ടിയെന്ന് തോന്നുന്നുള്ളല്ലേ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. പിന്നെ കുടിച്ച കള്ളം ഒന്നും പറയില്ലടോ അങ്ങനെ പറഞ്ഞ പോലെ നല്ലോണം അടിച്ച് പൂസായിട്ട് ഏതാ സാധനം അടിച്ചത് വരെ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ടായി. ജവാനാണോ പിന്നെ ഹണീബി ആണോ ഏതാന്ന് അടിച്ചെന്നുള്ള പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അത്രയധികം പിന്നെ ദേഷ്യം വന്നത്, കൺട്രോള് കിട്ടാത്ത ദേഷ്യം വന്നത്. നമുക്ക് ആ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. ഞാൻ കാശ് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ ബേസിക് അടിസ്ഥാനം എന്താ? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിൻ്റെ തന്തമാരെല്ലാവരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കുകയാണോ? എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണമെന്ന്? അല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിന് പ്രൂഫ് കാണുമല്ലോ. എനിക്ക് ഒറ്റ ബാങ്ക് അക്കൗണ്ടുള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതെ, പിന്നെ കാശ് വാങ്ങിയതിന് പിന്നെ വാങ്ങിന്ന് എവിടെയും പറഞ്ഞാൽ തോന്നുന്നത്. അഥവാ വാങ്ങിച്ചു എന്നുള്ള പറയുന്നതാണെങ്കിൽ വാങ്ങിയതായിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.
വാങ്ങിയതാണെങ്കിലും ചോദിച്ചാണെങ്കിലും അതിനൊരു തെളിവുണ്ടാവുമല്ലോ. ഇത് പണ്ടത്തെ കാലം എന്നല്ലല്ലോ. ഇപ്പൊ കാശ് വാങ്ങിയിട്ടാണെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ മാക്സിമം എല്ലാം ചെയ്യാറുള്ളൂ. അല്ലാണ്ട് നേരിട്ട് 1 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ ഒന്നും കൊടുക്കുന്നുള്ള ഈ കാലഘട്ടത്തിലില്ല. ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി പടം എൻ്റെ കഥയും ശരിയായില്ല. ഞാൻ ആ പടം കണ്ടിട്ടൊന്നുമില്ല, പടത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലില്ല. ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയെന്നില്ല. ഇപ്പൊ അശ്വന്ത് കോക്കിന് വീഡിയോ കണ്ടേരാന്ന് പിന്നെ ഈ ഒരു കോൺട്രവേഴ്സി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ല, മാധവ് സുരേഷിന്റെ പടം ഇറങ്ങിയിട്ടെന്നുള്ള കാര്യം പോലും അറിയുന്നത്. പിന്നെ ഇത് ആക്ച്വലി ഈ പടം പൊട്ടിയതിന് ശേഷം ഇവർക്കൊരു ഇതുണ്ടല്ലോ, അത് ആരെങ്കിലും തലയിലേക്ക് ഒന്ന് വെച്ച് കെട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള എന്തോ തത്രപ്പാടിലായെന്ന് തോന്നുന്നു ഇതൊക്കെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. പിന്നെ മാധവ് സുരേഷ് നേരത്തെ പറഞ്ഞ പോലെ, മാധവ് സുരേഷ് നിങ്ങളെ ഫീൽഡ് ഇതാണെങ്കിൽ, സിനിമ ഫീൽഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അഭിനയം അറിയാലോ, ഫസ്റ്റ് പടത്തിൽ തന്നെ അത്രക്കും ഊക്ക് വാങ്ങിയതാണ് നിങ്ങൾ അഭിനയത്തിന്റെ കാര്യത്തിൽ. അത് റെഡിയാക്കാണ്ട് ആളുകൾ കയറില്ല. ആളുകൾ എങ്ങനെയാ കയറുക? നിങ്ങളൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് നിൽക്കുന്ന ചെങ്ങായിയാ ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ. ഗുണ്ടകളല്ല എന്ന് പറയുന്ന ഇതിന്റെ. അപ്പൊ അതിന്റെ അഭിനയം റെഡിയാക്കിയിട്ട് നല്ല പടത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കും. പിന്നെ ഇതിലെ ന്യൂസ് 8നെ കുറിച്ചിട്ടും പിന്നെ പറയുന്നുണ്ട്. ന്യൂസ് 8ലത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്ത ഇതിലും ഇതേ സെയിം സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം. ഓൺ റെക്കോർഡും പറയാം. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പടം ഇറങ്ങിയത് പോലും പിന്നെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അന്നത്തെ അതിനെ നേരത്തെ പറഞ്ഞ പോലെ മാധവ് സുരേഷാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ആ മാധവ് സുരേഷിന്റെ പടം കാണാൻ ആൾക്കാർ താല്പര്യമില്ല. അഭിനയം പഠിച്ചു വന്നിട്ട് നല്ല പടങ്ങൾ പിന്നെ കൊടുക്കട്ടെ. പിന്നെ അപ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ സ്വീകരിക്കും. അത് ഫഹദ് ഫാസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഫഹദ് ഫാസിൽ ഫസ്റ്റ് പടം പൊട്ടിയില്ലേ, അതിനുശേഷം ആളെ കാണാനുണ്ടായിട്ടില്ല. പോയി കൃത്യമായിട്ട് പഠിച്ചു വന്നു, അഭിനയിക്കുന്നു. ഇപ്പോൾ ഫഹദ് ഫാസിലിനെ മലയാളികൾ ആഘോഷിക്കുന്നില്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം വരും അഭിനയം പഠിച്ചു വരട്ടെ. നമുക്ക് ബാക്കിയോടെ കേൾക്കാം. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. ഞാൻ വയലൻ്റല്ല, ഞാനൊന്ന് ഹൈ കൊടുത്താം. തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എൻ്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നതെന്ന്. എൻ്റെ ഏതാൾക്കാരടാ? പണ്ടിക്കരിമ്പാറ എൻ്റെ ഏതാൾക്കാരെ? എനിക്ക് ഏതാൾക്കാരെ? ഞാൻ തനിയാൾ. ഇവിടുന്ന് അങ്ങോട്ട് പടത്തിന്റെ ഹൈപ്പ് അങ്ങ് മാറുകയാണ്. അമ്പിയായും അന്യനായും റെമുവായും കോക്കണ്ണൻ ആറാടുകയാണ്. പിന്നെ ഞാൻ തനിയാൾടാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കോക്കണ്ണൻ ചെയ്തത്. നമുക്ക് ബാക്കിയോട് കേൾക്കാം. എടാ, മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് 8ൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ച് പറയടാ. തെളിവ് കാണിച്ച് പറ. ഞാനിന്ന് 10 പൈസ ഒരു മനുഷ്യടുത്ത് ഞാനുണ്ടല്ലോ ഒരാടുന്ന് ഒരു കാലിച്ച വാങ്ങിച്ച് കുടിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, മനസ്സിലായോ? സിനിമാക്കാർ പട്ടികളെ. ഞാൻ ആലോചിക്കുകയായിരുന്നു മാധവ് സുരേഷ് ഇതൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥയെ. ഈ വീഡിയോ എടുത്ത് തിയേറ്ററിൽ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, മാധവ് സുരേഷിന്റെ പിന്നെ സിനിമ ഓടിയതിനെക്കാട്ടിയും കൂടുതൽ ഡേയ്സ് ഈ സിനിമ ഓടും. മറ്റേ ഈ അശ്വന്ത് കോക്കിന്റെ സിനിമ 100 കോടി ക്ലബിൽ കയറുന്നല്ല. പിന്നെ സത്യല്ലേ, അത്രക്ക് ആ വീഡിയോയിൽ അത്രക്കും പറയുന്നുണ്ട്. പിന്നെ ഈ പടം പിന്നെ അംഗം അട്ടഹാസം ചില തിയേറ്ററുകളിൽ പിന്നെ ഒരു ഷോ പിന്നെ ഒരു ദിവസം 4 ഷോ കളിച്ചിട്ട് 4 ഷോക്കും പിന്നെ ആളുണ്ടായിട്ടാന്നാ പറയുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഈ തിയേറ്ററുകാർ ഇതെടുത്ത് അല്ല മര്യാദക്ക് പടം ഇറക്കണം. പടം ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഊഞ്ഞാലാടുന്ന പടം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആര് കാണാനാണ്? ഞാൻ ഇപ്പം ഫേസ്ബുക്കിൽ പിന്നെ ഏതോ ഒരു വരി വായിച്ചത്, നല്ല വരിയായിരുന്നു. അതായത് ബി ഗ്രേഡ് സിനിമയിൽ സി ഗ്രേഡ് അഭിനയിച്ചിട്ട് ഡി ഗ്രേഡ് പറയുന്നവനെ ഒക്കാൻ പോകുന്നു പിന്നെ എന്നുള്ള നല്ലൊരു ഡയലോഗായിരുന്നു. പിന്നെ അതാണ് പറയുന്നത്. ബാക്കി വീഡിയോ കേൾക്കാം. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ നിന്നാടാ തെളിവ് കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത്
എവിടെയാണ് പൈസ വാങ്ങിച്ചത്? പറയടാ മാധവ് സുരേഷ്, തെളിവ് കാണിക്കടാ, തെളിവ് കാണിക്ക്. നീ ഞാനൊക്കെ ഒരേ കേരളത്തിൽ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാ. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. നിന്റെ അച്ഛൻ്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. ടൈഗർ, ഇദ്ദേഹത്തിന് തിരിച്ചു പോലെ ടൈഗർ ഫസ്റ്റ് ഷോ കൊണ്ട ഞാൻ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉളുപ്പിടറാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. എടാ മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചത്. എടാ മയിരേ, നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് ഇതാടാ 1 ലക്ഷം ഉറുപ്പ്യ, മനസ്സിലായോ? എൻ്റെ ഗൂഗിളിൻ്റെ മനസ്സിലായോ? ക്രിയേറ്റർ സ്റ്റുഡിയോക്കാർ നോക്ക് എൻ്റെ വരുമാനം എത്രയാണ്, മനസ്സിലായടാ? നീ മറ്റേ GT വാങ്ങിച്ച് അച്ഛൻ്റെ ചില GT വാങ്ങിച്ച് EMI അടിച്ച് നടക്കുന്നതല്ലേ നീ എന്ത് തേങ്ങ കാണിച്ചോ ഈ നിമിഷം അവർക്ക് എൻ്റെ ധ്യാനാണ്. മൈ ധ്യാൻ, എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ, എൻ്റെ ധ്യാൻ കുട്ടൻ, ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എടാ നിന്റെ പരട്ട സിനിമയിലടാ എന്താ അട്ടാസം. എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ബിക്കോസ് ധ്യാൻ ഈസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ, മനസ്സിലായോ? നിങ്ങൾ തന്നെ പറയാം, ഒരു സിനിമ കണ്ട ഒരു ഫീലില്ലേ, ധ്യാൻ ഈസ് ദി സൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ എന്നൊക്കെയാണ് കോക്ക് പറഞ്ഞ് വെക്കുന്നത്. ധ്യാന്റെ 10 പടം ഒരുമിച്ച് 100 കോടി ക്ലബിൽ കയറിയ ഒരു പ്രതീതി ഉണ്ടാവും. പിന്നെ ധ്യാനിപ്പം വിചാരിക്കുന്നുണ്ട് എൻ്റെ പടം ഹിറ്റായെങ്കിൽ എന്നാ ഇവനെ പറ്റി 2 നല്ല വാക്ക് പറയാൻ പറ്റിയല്ലോ എന്നൊക്കെ ധ്യാൻ വിചാരിക്കുന്നുണ്ടാവും. അതിപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് സംഭവ വികാസങ്ങൾ. കോക്കണ്ണനും മാധവ് സുരേഷും മറ്റേ അനിൽകുമാർജി അംഗം മട്ടഹാസിൻ്റെ പ്രൊഡ്യൂസറും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അവരിപ്പം സൈബറിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരും. എന്തായാലും അവരങ്ങനെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, കോക്കും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായിട്ട് പോകുന്നതാണ് കോക്ക് പറയുന്നത്. അല്ല, എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം ഒരാളെ മേലെ ഒരു കുറ്റം ചുമത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് പ്രൂഫില്ലാണ്ട് വായിക്ക് തോന്നിയതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തു എന്നോ അല്ല 1 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറഞ്ഞ് എന്തെടുത്ത പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് ഉണ്ടെങ്കിൽ ജനങ്ങൾ കൃത്യമായിട്ട് വിശ്വസിക്കും. നിങ്ങളുടെ അടുത്ത് നിന്ന് വോയിസ് റെക്കോർഡ് ഉണ്ടോ, അല്ലെങ്കിൽ അന്ന് വീഡിയോസ് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും സാക്ഷികളുണ്ടോ, ദൃക്സാക്ഷികളുണ്ടോ? ഈ അശ്വന്ത് കോക്ക് നിങ്ങളോട് പൈസ ചോദിക്കുന്നത്, 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവ് റിവ്യൂ ഇടാന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലാന്നേ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണം. ആ പത്രമാധ്യമങ്ങളിൽ തന്നെ നിങ്ങൾ പ്രൂഫ് ആക്കണ്ടേ. ഇല്ലാണ്ട് ഒരാളെ മേക്കേറിയിട്ട് പടം പൊട്ടിയതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കല് ബാക്കിയുള്ളവരുടെ റിവ്യൂ എന്തായാലും ഉണ്ടാവും. യൂട്യൂബ് കാലം വന്നു തൊട്ട് സിനിമ റിവ്യൂ ഉണ്ട്. റിവ്യൂ എന്തായാലും പറയും. അതൊന്നും അങ്ങനെ അടിച്ചമർത്താനില്ല, അത് വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. ഈ കഥ പറയുന്ന റിവ്യൂ ചെയ്യുന്ന നല്ല പടമാണെങ്കിൽ കഥ ആര് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലും അത് പോയിട്ട് കാണാൻ ജനങ്ങളുണ്ടാവും. ഈ സസ്പെൻസ് മെറ്റീരിയൽ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ അത് വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ റിവ്യൂ ചെയ്തതിന് മുമ്പേ അശ്വന്ത് കോക്ക് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഉണ്ണി വ്ളോഗിന്റെ ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട് ഇത് പടം കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണരുതെന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കാണാത്തവർ കാണട്ടെ, അല്ല താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ അശ്വന്ത് കോക്കിന്റെ ഈ 100 കോർ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.